ഹലോ, എല്ലാവർക്കും ഡേയ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. മുളപ്പിച്ച ചെറുപയർ കൊണ്ടാണ് നമ്മൾ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത്. ഒരു 100 ഗ്രാം ചെറുപയർ ഞാനിവിടെ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. രാത്രി നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ നല്ലതുപോലെ കഴുകി നനഞ്ഞ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ ഇതുപോലെ എടുത്ത് വെച്ച് മൂടി വെച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെ മൂടി വെച്ച് നനച്ച് വെക്കണം. ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ടാവും. ഇത് നല്ലതുപോലെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു വലിയ പച്ചമുളകും പകുതി സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ചെറിയ ബൗളിൽ തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഒന്ന് ചെറുതായി വഴന്നു കഴിയുമ്പോൾ നമ്മൾ മുളപ്പിച്ചെടുത്ത പയർ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മുളപ്പിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും. ഇത് നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.